ഹായ് ഫ്രണ്ട്സ്, സോൾ ഗെയിമേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു പുതിയ ചാനലിലെ. ഗെയ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഗെയ്സ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മാജിക് ക്യൂബ് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. ഗെയ്സ് പുതിയ ട്രോഗൺ ഗൺ സ്കിന്നിൻ്റെ 2 മോഡ് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. റംസാൻ ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് ഗെയിമിൻ്റെ മാപ്പിനകത്ത് വലിയൊരു ചേഞ്ച് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. മാത്രമല്ല പുതിയ ഗ്രോസയുടെ സ്കിൻ എങ്ങനെയാണ് വരാൻ പോകുന്നത്, ഏതുവരെയായിട്ടാണ് വരാൻ പോകുന്നത് നോക്കുന്നുണ്ട്. സോ നമ്മുടെ സുഗുണ റിംഗ് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന 2 ബണ്ടിലിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. ഗെയ്സ് 24-ാം തീയതി നമ്മുടെ ഗെയിമിനകത്തോട്ട് ആ ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. സംഭവം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കറക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു ജുജുക്സു കൈസൺ ടോക്കൺസ് ഇല്ലേ, അത് നമുക്ക് 24-ാം തീയതി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സാധാ റിംഗ് ടോക്കണും കാര്യങ്ങളൊക്കെ ആക്കാവുന്നതാണ്. അത് ഗരീനയുടെ നല്ലൊരു മാറ്റം തന്നെയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് മാത്രമല്ല മച്ചന്മാരെ, 18-ാം തീയതി നമ്മുടെ ജുജുക്സു കൈസൻ്റെ താണ്ടി ഒരു അറൈവൽ ആനിമേഷനും വരുന്നുണ്ട്. ഗീസ് നമ്മൾ പ്രോക്സി സെർവറിനകത്ത് നോക്കിയ സമയത്ത് ആ ഒരു അറൈവൽ ആനിമേഷൻ താണ്ടി ഇങ്ങനെ ഇരിക്കും. ഓക്കെ, വേറെ ലെവൽ ഒരു അറൈവൽ ആനിമേഷനാണ് ഈസം പുതിയതായിട്ട് 18-ാം തീയതി വരാൻ പോകുന്നത്. അത് മാത്രമല്ല നമുക്ക് താണ്ടി ഈ ഒരു ഫീമെയിൽ ബണ്ടിലില്ലേ ഈസം, ഇത് നമുക്ക് മിസ്റ്ററി ഷോപ്പ് ഇവൻ്റ് വരെയിട്ടാണ് വരാൻ പോകുന്നത്. ആ ഒരു മിസ്റ്ററി ഷോപ്പ് ഇവൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസം ഈ ഒരു മാസം 22-ാം തീയതി ആയിരിക്കും വരാൻ പോകുന്നത്. സോ അത് മാത്രമല്ല ഗെയിമിനകത്തോട്ട് പുതിയ ഒരു കൊളാബറേഷൻ വരുന്നുണ്ട്. പുതിയ കൊളാബറേഷൻ ഐറ്റംസ് ആണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിൻഡാമയായിട്ടാണ് നമ്മുടെ പുതിയ കൊളാബറേഷൻ വരാൻ പോകുന്നത്. ഈ ഒരു ജുജുക്സു കൈസൺ കൊളാബറേഷൻ കഴിയുമ്പോഴത്തേക്കും സോ ജിൻഡാമയായിട്ട് പുതിയ കൊളാബറേഷൻ ഒക്കെ വരുന്നുണ്ട്. ആ ഒരു കാര്യം കേസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഗൈസ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതൊരു ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സും മാത്രമല്ല ഗെയിം ടിപ്സ് ആൻഡ് ട്രിക്സിനെ പറ്റിയിട്ടെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മസ്റ്റായിട്ട് ബെൽ ബട്ടൺ ഓണാക്കി വെച്ചേക്കുക. ഗെയ്സ് നമ്മുടെ ഗെയിമിനകത്തോട്ട് റംസാൻ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് പുതിയ വലിയൊരു ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ അറൈവൽ ആനിമേഷനാണ്. ഇത് ഓൾറെഡി തന്നെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഹൈസ്കൂളാണ് നിലവിൽ പീക്കിന് വരെ വന്നേക്കുന്നത്. സോ അതുപോലെ തന്നെ ഗെയിമിനകത്തോട്ട് താണ്ട് ഈ ഒരു വലിയൊരു ചേഞ്ച് വരുന്നതാണ്. അതായത് കേസ് ഇപ്പോൾ നമ്മുടെ മാപ്പിനകത്ത് താണ്ട് ഇങ്ങനത്തെ ഒരു ഡെസേർട്ട് വരുന്നതാണ്. ഓക്കെ, നമുക്ക് റംസാൻ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരാൻ പോകുന്നത്. മാപ്പിനകത്ത് താണ്ട് ഇങ്ങനെ ഒരു വലിയൊരു സംഭവമാണ് വരാൻ പോകുന്നത്. സോ ഇതുവരെയിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് വലിയതായിട്ട് ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട് കയറുന്ന വഴിക്ക് ഇപ്പോൾ നമുക്ക് ടെലിപോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് അകത്തോട്ട് ചെന്നിട്ട് വേറെ ഒരു സ്ഥലത്തോട്ട് നമുക്ക് ടെലിപോർട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ വേറെ ലെവൽ തന്നെയാണ്. സോ എന്തായാലും ഇതാണ് അതിൻ്റെ ഉൾവശം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ആ ഒരു മാപ്പിനകത്ത് കയറുന്ന സമയത്ത് അതിൻ്റെ ഉൾവശം കാണാൻ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇവിടാണ് ആ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഒരു സ്ഥലത്താണ് ആ ഒരു വലിയൊരു ഡെസേർട്ട് വരാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ദാണ്ട് അകം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. ഏകദേശം വലിയൊരു ഹാള് പോലെയാണ് കൊടുത്തേക്കുന്നത്. നടുക്ക് വലിയൊരു ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഈസ്പം വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്തോട് കയറുന്ന വഴിയാണ് ഈസ്പം നമ്മുടെ ട്രഷർ ഹണ്ട് ഇവൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നത്. ഗൈസ് ഇത് മാത്രമല്ല നമ്മുടെ പീക്കിൻ്റെ തൊട്ട് താഴെ തന്നെ ഈസ്പം നമുക്ക് വേറെ ഒരു സംഭവം കൂടി വരുന്നതാണ്. അത് ഈസ്പം നമ്മുടെ പീക്കിന് തൊട്ട് താഴെ താണ്ട് ഈ ഒരു സംഭവം കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനത്തെ ഓരോ സംഭവം വരുന്നുണ്ട്. സോ ഇവിടെയൊക്കെ ഈസ്പം നമുക്ക് ട്രഷർ ഹണ്ടിൻ്റെ ഇവൻ്റൊക്കെ നടക്കുന്നതാണ്. അത് മാത്രമല്ല റംദാൻ ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റ് ഇൻ്റർഫേസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇതെല്ലാം ഓരോന്ന് ഫ്രീ കിട്ടുന്നതാണ്. അതിനകത്തൊരു ബണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ഒരു ബണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഷർ ഫൈൻഡർ എന്നാണ് ഈ ഒരു ബണ്ടിലിൻ്റെ പേര്. ഇതായിരിക്കും കേസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. റംസാൻ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട്. സോ ട്രഷർ ഹണ്ട് ഇവൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന വഴിക്ക് നമുക്കിത് ഫ്രീ കിട്ടുന്നതാണ്. സോ ഇത് കൂടാതെ തന്നെ ഈസ് നമുക്ക് പഴയ ബണ്ടിൽസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗെയിമിനകത്തോട്ട് റിട്ടേൺ വരുന്നുണ്ട്. സോ ഇതാണ് ആ ഒരു ട്രെയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണെന്ന്. സോ പണ്ടത്തെ ബണ്ടിൽ ഈസ് മോഡിഫൈ ചെയ്തിട്ട് പുതിയ റിംഗ് ഇവൻറ്റിനകത്തോട് ഇതുവഴിയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല കിങ് ഓഫ് ഗോൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഇമോട്ടിംഗ് കേസ് ഇപ്പം പുതിയതായിട്ട് ഗെയിമിനകത്തോട്ട് കാണാൻ പറ്റും. സോ ഇതും അടിപൊളിയുള്ള ഇമോട്ടാണ്. ദെൻ കേസ് പിന്നുള്ളതെന്ന് വെച്ചാൽ താണ്ട് ഇങ്ങനത്തെ ലവ് പൊക്കുന്ന ഒരു ഇമോട്ടാണ്. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് റംസാൻ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടല്ല. സോ തൊട്ട് മുമ്പ് തന്നെ ഈസ് നമുക്ക് വാലന്റൈൻസ് ഡേ ഇവൻറ്റ് വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ ഇതുകൂടാതെ ഈസിപ്പം താണ്ട് ഇതാണ് ആ ഒരു ഇമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. സോ എത്രത്തോളം അടിപൊളിയാണെന്ന്. ഓക്കെ, ഈസിപ്പം നിങ്ങൾ നേരെ മാത്രം ചിന്തിക്കുക ഈസിപ്പം എത്രത്തോളം അടിപൊളിയുള്ള ഒരു ഇമോട്ടാണെന്ന്. ദെൻ ഗീസ് ഇത് മാത്രമല്ല ട്രഷർ ഹണ്ട് ഇവൻറ്റ് റംസാൻ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. സോ ഈ ഇവൻറ്റ് വരുന്ന സമയത്ത് ഈസിപ്പം ഗെയിമിനകത്തോട്ട് ഒരു സ്കൈ ഡൈവിങ്ങിൻ്റെ സ്കിൻ വരുന്നതാണ്. ഗൈസ് ഈ ഒരു സ്കൈ ഡൈവിങ്ങിൻ്റെ സ്കിൻ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ഇവൻറ്റ് വേണ്ടിയിട്ടാണ് വരാൻ പോകുന്നത്. ഗൈസ് ആ ഒരു സ്കൈ ഡൈവിങ്ങിൻ്റെ സ്കിന്ന് ഈസിപ്പം താണ്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഈസിപ്പം ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ ഇത് തുറക്കുന്ന വഴിക്ക് ഈസിപ്പം വേറെ ലെവൽ തന്നെയായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഈസിപ്പം നമുക്ക് താണ്ടി ഒരു കട്ടാനയുടെ സ്കിന്നും ട്രോഗൻ്റെ ഗൺ സ്കിന്നൊക്കെ വരുന്നുണ്ട്. ഈസിപ്പം ട്രോഗൻ്റെ ഗൺ സ്കിന്നിനെ പറ്റി പറയുകയാണെങ്കിൽ ഈസിപ്പം താണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് ഡുവോ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഗ്രനേഡിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് കേസ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേറെ എക്സ്പ്ലോഷൻ എഫക്റ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഫയറിങ് എഫക്റ്റ് താണ്ട് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇതിന് സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ ഫയർ ചെയ്യുന്ന വഴിക്കും സൗണ്ട് എഫക്റ്റൊക്കെ ഉണ്ട്. സ്പെഷ്യൽ സൗണ്ട് എഫക്റ്റ് ആണ്. മാത്രമല്ല നമ്മൾ ഗ്രനേഡിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന വഴിക്ക് കേസ് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്രിസ്റ്റൽ ചിന്നി ചിതറുന്ന ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതും വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും എത്രത്തോളം
അടിപൊളിയാണെന്ന്. ഇങ്ങനത്തെ ഒരു ഗണ്ണിൻ്റെ സ്കിന്നും ഗൈസ് നമുക്ക് ട്രോഗൻ്റെ ഗൺ സ്കിന്നും ഈ ഒരു ടോക്കൺ വീൽ ഇവൻറ്റ് വരിയിട്ട് തന്നെ വരുന്നതാണ്. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഗൈസ്. ആ ഒരു ട്രോഗൻ്റെ ഗൺ സ്കിന്നാണ് ഇത്. ഇതിന് ആക്യുറസി ഗൈസ് ഇപ്പം ഡബിളായിട്ട് തന്നെ കൂടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ ഗൈസ് ഇപ്പം സിംഗിളായിട്ട് തന്നെ കൂടുന്ന അടിപൊളിയുള്ളൊരു സ്കിൻ തന്നെയാണിത്. സോ ഇതിൻ്റെ കൂടെ തന്നെ ഗൈസ് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഷോട്ട് ആനിമേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, ഒറ്റ അടിക്ക് കൊല്ലുന്നതിന് വരെ ഗൈസ് ഇങ്ങനെ വലിയൊരു സംഭവം എടുത്തിടുന്നുണ്ട്. സോ അത് മാത്രമല്ല മണലിൻ്റെ വേറൊരു ആനിമേഷനും വരുന്നുണ്ട്. സോ ഇത് കൂടാതെ തന്നെ ഗൈസ് വരുന്ന കുറച്ചധികം ബണ്ടിൽസാണ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഓൾറെഡി തന്നെ ഗെയിമിനകത്തുണ്ട്. ഇതൊക്കെ ഗെയിമിനകത്തോട് തിരിച്ചു വരാൻ പോകുന്ന ബണ്ടിൽസാണ്, അടിപൊളിയുള്ള ബണ്ടിൽസാണ്. ഇത് കൂടാതെ തന്നെ ഗൈസ് നമുക്ക് സ്കൂട്ടറിൻ്റെ ഗൺ സ്കിന്നൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഗൈസ് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിൻ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇമോട്ട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഗൺ സ്കിൻ കിട്ടുന്നുണ്ട്. അതാണ്ട് ഈ ഒരു ബണ്ടിലും കിട്ടുന്നുണ്ട്. ഈ ഒരു ബണ്ടിലിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഓൾറെഡി തന്നെ പറഞ്ഞതാണ്, അതുകൊണ്ട് പറയുന്നില്ല. എന്തായാലും അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങളുടെ മെയിൻ ചോദ്യമായിരിക്കും നമുക്ക് മാജിക് ക്യൂബ് എങ്ങനെയാണ് കിട്ടാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് മാജിക് ക്യൂബ് എങ്ങനെയാണ് കിട്ടാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് റംസാന് വേണ്ടി തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഗൈസ് ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഫുൾ മാജിക് ക്യൂബാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ഫുൾ മാജിക് ക്യൂബ് കിട്ടുന്ന ആ ഒരു ഡേറ്റിന് തന്നെ നമുക്ക് ദാണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നതാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് ഫ്രാഗ്മെൻ്റ് ആയിട്ടും ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രാഗ്മെൻ്റ് ആയിട്ടായിരിക്കും ഫുൾ മാജിക് ക്യൂബ് കിട്ടാൻ പോകുന്നത്. 100 ഫ്രാഗ്മെൻ്റ് ആവുന്ന സമയത്ത് നമുക്കൊരു ഫുൾ മാജിക് ക്യൂബ് എടുക്കാൻ പറ്റും. അങ്ങനെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ഓരോ ഫ്രാഗ്മെൻറ്റും ഓരോരോ ഇവൻ്റ് ആയിരിക്കും, മിഷൻസ് ആയിരിക്കും. ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. എന്തായാലും സോ ഇത്രയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇത്രയൊക്കെയാണ് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുന്നത്. സോ എന്തായാലും കേസ് ഇപ്പോൾ നമുക്ക് റംസാൻ ഇവൻറ്റിൻ്റെ കേസ് നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാം. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. മച്ചന്മാരെ, നിങ്ങൾ ഈ ഒരു പുതിയ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതുവഴിയിട്ടായിരിക്കും നമ്മുടെ ഇനിയുള്ള മെയിൻ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കൂടി കാണാം. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇറ്റ്സ് മീ സോൾഡ് ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ഗൈസ്, ലവ് യു ആൾ. പീസ് ഔട്ട്.